ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ശേഖറിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് പ്രതാപനും വിശാലും. എന്താ പ്രതാപ എന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, അന്നത്തെ പോലെ അമ്മയെ ഉപദ്രവിക്കാൻ ആരോ നോക്കി, അയാള് ഇങ്ങോട്ടേക്കാ ഓടിയത്. പ്രഭാവതിയെ ഞാനല്ലാതെ ആര് കൊല്ലാൻ നോക്കാനാ, ഇതിലെന്തോ ചതിയുണ്ടല്ലോ എന്ന് ശേഖരൻ മനസ്സിൽ പറയുന്നു. മുത്തശ്ശനൊന്ന് മാറിക്കേ, ഞങ്ങൾക്ക് ഈ മുറി ഒന്ന് പരിശോധിക്കണമെന്ന് പ്രതാപൻ പറയുമ്പോൾ ഈ മുറിയിൽ ആരുമില്ലെന്ന് ശേഖരനും പറയുന്നു. തുടർന്ന് പ്രതാപൻ ശേഖരന്റെ ബാഗ് തുറന്ന് വിശാലിനെ കാണിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഒരു പർദ്ദയുണ്ടായിരുന്നു. അത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാൽ. അതേസമയം ശേഖരൻ മുറിയിലില്ലായിരുന്ന സമയത്ത് പ്രതാപൻ തന്നെയായിരുന്നു ആ പർദ്ദ ബാഗിൽ കൊണ്ടുവച്ചത്. അതിന്റെ ഒപ്പം ഒരു കത്തിയും പ്രതാപൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിശാൽ ശേഖരനോട് ചോദിക്കുകയാണ്, ഈ പർദ്ദ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഈ പർദ്ദയിട്ട ആളാണ് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്. ഇത് കേൾക്കുന്ന ശേഖരൻ പറയുകയാണ്, എനിക്കറിയില്ല വിശാലെ, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ ഇയാൾ മറുപടി പറയൂ. ഇത് കേൾക്കുന്ന വിശാല് ശേഖരനെയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. ചേച്ചി, ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ച ആളെ കിട്ടി, ദേ ഈ നിൽക്കുന്ന ആളാണെന്ന് പ്രതാപം പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ജാസ്മിൻ ചോദിക്കുകയാണ്, അല്ല ഇയാൾ എന്തിനാ ആന്റിയെ കൊല്ലാൻ നോക്കുന്നത്? അത് തന്നെയാ എനിക്കും അറിയേണ്ടതെന്ന് പറഞ്ഞ് ശേഖരന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുകയാണ് വിശാൽ. എനിക്കറിയണം, താൻ എന്തിനാ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത്? കണ്ണ് കാണാൻ വയ്യാത്ത ഞാൻ എങ്ങനെയാ ഒരാളെ കൊല്ലുന്നത്? അതെനിക്ക് എങ്ങനെ സാധിക്കുമെന്ന് ശേഖരൻ വിശാലിനോട് ചോദിക്കുന്നു. ഞാൻ അറിയാതെ ആരെങ്കിലും അതിന്റെ ബാഗിൽ കൊണ്ടുവച്ചതായിരിക്കുമെന്ന് ശേഖരൻ പറയുമ്പോൾ വിശാല ദേഷ്യത്തോടെ ശേഖരനെ തല്ലാനായി കൈ ഓങ്ങുകയാണ്. തല്ലണ്ടെന്ന് പറഞ്ഞ് പാറു വിശാലിന്റെ കൈ പിടിച്ചു വെക്കുന്നു. പറയടോ, താൻ ആരാ? താൻ എന്തിനാ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത്? അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ശേഖരന്റെ കണ്ണാടി ഊരി വലിച്ചെറിയുകയാണ് വിശാൽ. തുടർന്ന് ശേഖരന്റെ തലയിലെ വിഗും മുഖത്തുനിന്ന് താടിയും ഒക്കെ തന്നെ വലിച്ച് വിശാൽ ദൂരേക്ക് എറിയുന്നു. ഈ കാഴ്ച കാണുന്ന വിശാലടക്കമുള്ള എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ശേഖരമേനോന്റെ വേഷം കെട്ടൽ ഇതോടെ കഴിഞ്ഞെന്ന് പ്രഭാവതി മനസ്സിൽ പറയുന്നു. തുടർന്ന് വിശാല ശേഖരന്റെ കഴുത്തിൽ പിടിച്ച് ചോദിക്കുകയാണ്, എന്റെ ഗായത്രിയമ്മയെ കൊന്നത് പോരാഞ്ഞിട്ട് എന്റെ ഈ അമ്മയും നിങ്ങൾക്ക് കൊല്ലണമല്ലേ? അന്ന് നീ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്, ഇന്ന് നീ എന്താണെങ്കിലും രക്ഷപ്പെടാനേ പോകുന്നില്ല. വിശാൽ സാർ, അബദ്ധമൊന്നും കാണിക്കല്ലേ എന്ന് പാറു പറയുമ്പോൾ ഇയാളെ ഞാൻ കൊല്ലുമെന്ന് വിശാൽ പറയുന്നു. ഞാനല്ല നിന്റെ അമ്മയെ കൊന്നത്. ഞാനിവിടെ വന്നതിനും വേഷം മാറി താമസിച്ചതിനും ഒക്കെ തന്നെ കാരണങ്ങളുണ്ട്. എനിക്ക് നിങ്ങളോട് കുറച്ച് സത്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് ശേഖരൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. പെട്ടെന്ന് ശേഖരന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ശേഖരനെ ഇടിക്കുകയാണ് പ്രതാപൻ. തുടർന്ന് വിശാലിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ശേഖരൻ പോകുമ്പോൾ ശേഖരന്റെ പിന്നാലെ പോകാനൊരുങ്ങുന്ന വിപിനെയും വിശാലിനെയും ഒക്കെ തടഞ്ഞു വെക്കുകയാണ് പ്രഭാവതി. ഇത്രയും നാള് ഈ വീട്ടിൽ നിന്ന് തന്നെ ഇയാൾ എന്നെ കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ ഇയാളുടെ പിന്നിൽ മറ്റാരോ കൂടിയുണ്ട്. ആദ്യം അതാരാണെന്ന് കണ്ടെത്തണം, അല്ലാതെ ശേഖരമേനോനെ മാത്രം പിടികൂടിയിട്ട് ഒരു കാര്യവുമില്ല. വിശാലെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പ്രഭാവതി വിശാലിനെയും കൂട്ടിക്കൊണ്ട് പ്രഭാവതിയുടെ മുറിയിലേക്ക് പോകുന്നു. വിശാലെ, ശേഖരനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതിയാണ്. അപ്പോ ശേഖരന്റെ കാര്യങ്ങളെല്ലാം പാർവതിക്ക് അറിയാമായിരിക്കും. അവളോട് നീ ഒന്ന് പോയി ചോദിച്ചാൽ ശേഖർ ഒളിച്ചിരിക്കാനിടയുള്ള സ്ഥലങ്ങളെല്ലാം അവള് തന്നെ നിനക്ക് പറഞ്ഞു തരും. അപ്പോ ശേഖരന്റെ പിന്നാലെയുള്ള അന്വേഷണം ഇത്തിരി കൂടി എളുപ്പമാകില്ലേ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? പാർവതിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അറിയില്ലെന്ന് വിശാല് പറയുന്നു. പാർവതിക്ക് ശേഖരമേനോനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അവള് ആദ്യം തന്നെ എന്നോട് പറഞ്ഞേനെ, അല്ലാതെ മറച്ചു വെക്കില്ലായിരുന്നു. എന്റെ വിശാലെ, പാർവതി നിന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചെന്നല്ല ഞാൻ പറയുന്നത്. അയാളും പാർവതിയുമായിട്ടുള്ള സംസാരത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അയാളുടെ കാര്യങ്ങള് പാർവതിയോട് പറഞ്ഞു കാണുമല്ലോ. നീ എന്താണെങ്കിലും മടിച്ചു നിൽക്കാതെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ല്. പാർവതിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കെന്താണെങ്കിലും ആ പ്രതീക്ഷയില്ല. പക്ഷേ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്താണെങ്കിലും പോയി ചോദിക്കാമെന്ന് വിശാല് പറയുന്നു. ഒരുപക്ഷെ പാർവതി ഇത് എന്നോട് മറച്ചു വെച്ചതാണെങ്കിൽ അത് ഞാൻ പാർവതിയെ മനസ്സിലാക്കുന്നതിൽ പറ്റിയ തെറ്റാണെന്നും വിശാല് മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ പാർവിനെ ചോദ്യം ചെയ്യുന്നതാണ്. പാർവതി, നീയല്ലേ അയാൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? അപ്പോ അയാളെക്കുറിച്ച് നിനക്കെന്താ ഒന്നും അറിയില്ലേ? അതേസമയം താഴേക്ക് ഇറങ്ങി വരുന്ന വിശാല് ചോദിക്കുകയാണ്, അയാള് എന്റെ അമ്മയെ കൊന്ന ശേഖരമേനോനായിരുന്നെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. പാർവതി, താൻ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? നമുക്കിടയിൽ ഇന്നേ വരെ ഒരു രഹസ്യവുമില്ലെന്നാണ് എന്റെ വിശ്വാസം. പറയടോ, ആ ശേഖരമേനോനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയാമായിരുന്നു എന്ന് വിശാല ചോദിക്കുമ്പോ പരിഭ്രാന്തിയോടെ തല കുനിച്ചു നിൽക്കുകയാണ് പാർവതി. വീണ്ടും വീണ്ടും വിശാല ചോദിക്കുമ്പോ പാറു പറയുകയാണ്, എനിക്കറിയാമായിരുന്നു. അയാള് ചന്ദ്രശേഖര മേനോനാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ്. അപ്പോൾ എന്റെ അമ്മയുടെ ഊഹം ശരിയായിരുന്നു. അബദ്ധം പറ്റിയത് എനിക്കാണ്. ശേഖരമേനോനെ പറ്റി തനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ അമ്മയോട് തർക്കിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി.
തന്നെ എനിക്ക് മനസ്സിലാക്കാനേ സാധിച്ചിട്ടില്ല. ഇത് കേൾക്കുന്ന പാറു ആകെ തകർന്ന് വിശാലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.